ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, SBS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബോക്സ് പ്ലീറ്റഡ് പെറ്റിക്കോട്ട് ഫ്രോക്ക് ആണ്. 2 വയസ്സുള്ള കുട്ടിയുടെ അളവാണ് ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഞാനിവിടെ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഫ്രോക്കിന് 1.5 മീറ്റർ തുണിയാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ അളവിന് വേണ്ടി ഒരു ഫ്രോക്കും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ അളവിന് എടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ കറക്റ്റ് അളവിലുള്ള ഫ്രോക്ക് തന്നെ എടുക്കുക. ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസിയായ മെത്തേഡാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ കട്ടിങ്ങിലേക്ക് കടക്കാം. ആദ്യം ഞാനിവിടെ മുകൾ പാർട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഞാനിവിടെ നല്ല വശത്താണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ചീത്തവശത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അളവിൻ്റെ ഫ്രോക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മടക്കി വെച്ച പീസിൻ്റെ മുകളിൽ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അളവിൻ്റെ ഫ്രോക്ക് വെച്ച് കൊടുക്കുമ്പോൾ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പ്ലസ് ഒരു 1/4 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കൈയും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്ലസ് ഒരു 1/4 ഇഞ്ച് ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് എടുക്കുന്നത്. താഴത്തെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. താഴത്തെ സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് എക്സ്ട്രാ എടുത്തത്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും നെക്കിന്റെ വീതിയും നീളവും ഒക്കെ സെയിം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ കുറച്ച് നെക്കിന്റെ ഇറക്കം കുറച്ചിട്ട് എടുക്കാം. പിന്നെ ഞാനിവിടെ സിബോ ഹുക്കോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല ബാക്ക് നെക്കിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി സ്കേർട്ട് പാർട്ടിന് ആവശ്യമായ തുണി ഒന്ന് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി അളവിന്റെ ഫ്രോക്കിൽ സ്കേർട്ട് പാർട്ടിന്റെ നീളം എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 13 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ടിന്റെ നീളമുള്ളത്. പ്ലസ് ഒരു 1/2 ഇഞ്ച് നമുക്ക് മുകൾ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വേണം. 1 ഇഞ്ച് താഴത്തെ ഭാഗത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂടി വേണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാനിവിടെ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴെന്ന് മുകളിലോട്ടാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ മുകൾ പാർട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകൾ പാർട്ടിന്റെ 3 മടങ്ങാണ് ഞാനിപ്പോൾ താഴത്തെ പാർട്ട് എടുക്കുന്നത്, ഒരു സൈഡ്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 തവണ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മുകൾ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് ബാക്കിൽ വള്ളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ പീസിൽ നിന്നും വള്ളിക്ക് വേണ്ടിയുള്ള പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വള്ളിയുടെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് വേണ്ടതുപോലെ എടുക്കാം.
അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കട്ടിങ്. ഇനി ഇതിലേക്ക് ബോക്സ് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഫ്രണ്ട് സൈഡിലെ പീസാണ് എടുത്തിരിക്കുന്നത്. ഈ പീസിൽ മുകൾ ഭാഗത്ത് ഇതുപോലെ 3 ഇഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവനും 3 ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതിനേക്കാളും ചെറിയ പ്ലീറ്റാണ് വേണ്ടത് വെച്ചാൽ ഈ 3 ഇഞ്ച് എന്നുള്ളത് 2 ഇഞ്ച് എടുത്താൽ മതി. അപ്പം ഞാൻ മുഴുവനും 3 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടാമത്തെ മാർക്കിങ്ങിൽ നിന്നും ആദ്യത്തെ മാർക്കിങ്ങിലേക്ക് ഒരു പ്ലീറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. പ്ലീറ്റ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിൽ നിന്നും അടുത്ത മാർക്കിങ്ങിലേക്ക് ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് പ്ലീറ്റ് വെച്ച് കൊടുക്കാം. ഇവിടെയും ഒരു പിൻ ചെയ്ത് കൊടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് വെച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബോക്സ് പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ പാർട്ട് വെച്ചിട്ട് നോക്കുക. നമുക്ക് സൈഡിൽ എക്സ്ട്രാ പീസ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ മുകൾ പാർട്ട് വെച്ച് നോക്കുമ്പോൾ സൈഡിൽ കുറച്ച് എക്സ്ട്രാ പീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നതൊന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്ക് സൈഡിലേക്ക് ഉള്ളതും ഞാൻ അതേപോലെ തന്നെ പ്ലീറ്റ്സ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഞാൻ ഇവിടെ തന്നെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പെറ്റിക്കോട്ടിനൊക്കെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്ക് നെക്കും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ 2 ഷോൾഡറും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കൈയുടെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് എത്ര വീതിയിലാണോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേ വീതിയിൽ തന്നെ കൈയും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് എടുക്കാം. ഈ സ്കേർട്ട് പാർട്ടിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം.
ഇനി മുകൾ പാർട്ടിലേക്ക് താഴത്തെ പാർട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. രണ്ടിന്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വെച്ചിട്ട് അരയിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് സൈഡും ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രോക്കിന്റെ സൈഡാണ് ജോയിൻ ചെയ്ത് എടുക്കാനുള്ളത്. ഫ്രോക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളി ഞാനിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തു. സൈഡിൽ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇവിടെ വള്ളി വെച്ച് കൊടുക്കുക. മറ്റേ സൈഡും ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നൂല് പോകാത്ത സൈഡാണ്, അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നൂല് പോകുന്ന സൈഡാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. സിമ്പിൾ ഫ്രോക്കാണ്. വേനൽക്കാലത്തൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഫ്രോക്കാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായി എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.